ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന ചാപ്റ്ററിലോട്ടാണ് നമ്മൾ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് നമ്മുടെ ഈ ഒരു എക്സാമിന്. അറൗണ്ട് ഒരു 10 മാർക്സ് റേഞ്ചാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേണിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മാർക്സ് വരെ നമ്മോട് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ചോദിക്കാം. 10 മാർക്സ് മിനിമം ആട്ടോ ഇതിൽ ഈ ചാപ്റ്ററിൽ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദി following with the suitable chemical equation. ഒന്ന് വുഡ്സ് റിയാക്ഷൻ, സിമ്പിൾ ആണ്. വുഡ്സ് റിയാക്ഷൻ നമ്മോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നാളത്തെ എക്സാമിന്. RX പ്ലസ് 2Na, ഈ എക്സ് ആർ എക്സിനെ തിരിച്ചിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ XR എന്ന് എഴുതാൻ പറ്റും. ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതറിന്റെ പ്രസൻസിലാണ് എന്ത് ചെയ്യുന്നത്, ഈ റിയാക്ഷൻ എന്ത് ചെയ്യുന്നത്, സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് 2 NaX ഇവിടെ നിന്ന് എന്ത് ചെയ്തു, പുറത്തു പോയി. ബാക്കിയുള്ള ആറും കൂടി ചേർന്ന് RR പ്ലസ് എന്തായിട്ട് മാറും, 2NaX ആയിട്ട് മാറും. ഇതിനെയാണ് വുഡ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞ പേര് വിളിക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്ന റിയാക്ഷനുകൾ ഇവിടെ ശ്രദ്ധിക്കുക. വുഡ്സ് റിയാക്ഷന്റെ കേസിൽ ഫോർ എക്സാമ്പിൾ പറയുന്ന കേസ് ശ്രദ്ധിച്ചോളൂ. CH3Cl 2 ഇത് 2 NAയുമായിട്ട് റിയാക്ട് ചെയ്തു. ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെയുള്ള ഈ 2 NAയും 2 Clഉം പുറത്തു പോകും. ബാക്കിയുള്ള 2 CH3, ആ 2 CH3 എന്തായിട്ട് മാറും, CH3 ഈതൈനായിട്ട് മാറും. പ്ലസ് എന്തായിട്ട് മാറും, 2 NaCl ആയിട്ട് മാറും. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുഡ്സ് റിയാക്ഷൻ. വുഡ്സ് റിയാക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ചോദിച്ചുള്ള ക്വസ്റ്റ്യനിൽ കറാഷ് എഫക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കറാഷ് എഫക്റ്റ് എന്നുള്ളതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെറോക്സൈഡ് എഫക്റ്റ് എന്ന് പറയുന്ന പേര് വിളിക്കുക. കറാഷ് എഫക്റ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പെറോക്സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞ പേര് വിളിക്കുക. എന്താ പെറോക്സൈഡ് എഫക്റ്റ്? എൻ്റെ കയ്യിൽ CH3CH ഡബിൾ ബോണ്ട് CH2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അൺസിമെട്രിക്കൽ ആൽക്കീൻ ഉണ്ട്. ഇതിലോട്ട് നമ്മൾ എന്തിനെ ആഡ് ചെയ്തു, HBrനെ ആഡ് ചെയ്തു. അപ്പം ഈ ഒരു ആൽക്കീനിലോട്ട് ഞാൻ HBrനെ ആഡ് ചെയ്തു. ഇൻ ദ പ്രസൻസ് ഓഫ് പെറോക്സൈഡിന്റെ പ്രസൻസിലാണ് ഞാൻ മക്കളെ എന്തിനെ ആഡ് ചെയ്യുന്നത്, HBrനെ ആഡ് ചെയ്യുന്നത്. അപ്പൊ ആസ് യൂഷ്വൽ ഇവിടെ H+ ഉണ്ടായിരിക്കും, പിന്നെ എന്തുണ്ടായിരിക്കും, Br- ഉണ്ടായിരിക്കും. പെറോക്സൈഡിന്റെ പ്രസൻസിൽ ഇവിടെ ഫോളോ ചെയ്യുന്ന റൂൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഫോളോ ആന്റി മാർക്കോനിക്കോവ്സ് റൂളിനെ എന്ത് ചെയ്യും, ഫോളോ ചെയ്യും. ആന്റി മാർക്കോനിക്കോവ്സ് റൂൾ എന്ത് ചെയ്യും, ഒബേ ചെയ്യും. According to anti-Markovnikov's rule, the negative part of the adding molecule will be get attached to the carbon-carbon double bond having higher number of hydrogen. ഹൈഡ്രജൻ എണ്ണം കൂടിയ ഭാഗത്തേക്കായിരിക്കും നെഗറ്റീവ് പാർട്ട് വരിക. അപ്പൊ H+ എടുക്കാൻ പോവുക, ഇങ്ങോട്ടാണ് വരിക. സോ നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് when we are checking the final product എങ്ങനെയായിരിക്കും ഉണ്ടാവുക, CH3CH2Br എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടായിരിക്കും. ഇതാണ് ആന്റി മാർക്കോണിക്കോഫ് റൂൾ. AMK എന്ന് എഴുതുന്നുള്ളൂ. ആന്റി മാർക്കോണിക്കോഫ് റൂളിന്റെ പ്രൊഡക്റ്റ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ കറാഷ് എഫക്റ്റ് അല്ലെങ്കിൽ പെറോക്സൈഡ് എഫക്റ്റ് എന്ന് പറയുന്ന പേര് വിളിക്കുക. ദിസ് ഈസ് അവർ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താ, ഡീകാർബോക്സിലേഷൻ. ഈ മൂന്നിനകത്ത് തന്നെ ഏതെങ്കിലും ഒന്ന് ചോദിക്കൂ കേട്ടോ, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഡീകാർബോക്സിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതാണ് അടുത്തത് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ RCOONA എന്ന് പറയുന്ന കോമ്പൗണ്ടിലോട്ട് ഞാൻ NaOH ആഡ് ചെയ്തു. ഇൻ ദ പ്രസൻസ് ഓഫ് CaO. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡ ലൈം എന്ന് പറയുന്ന പേര് വിളിക്കുക. ദിസ് ഈസ് നോൺ ആസ് സോഡ ലൈം. ഇവിടെ നിന്ന് ഈ NaOയും ഇവിടെ COONA എന്ന് പറയുന്ന ഈ കോമ്പൗണ്ട് ഇവിടെ നിന്ന് പുറത്തു പോകും. അത് പുറത്തു പോയിട്ട് എന്തായിട്ട് മാറും, Na2CO3 എന്ന് പറയുന്ന കോമ്പൗണ്ട് ആകും. ബാക്കിയുള്ള ഈ Rഉം ഇവിടെയുള്ള ഈ Hഉം തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് എന്തായിട്ട് മാറും, RH എന്ന് പറയുന്ന മോളിക്യൂളായിട്ട്, ആൽക്കൈൻ എന്ന് പറയുന്ന മോളിക്യൂളായിട്ട് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യപ്പെടും. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ പറയുകയാണെങ്കിൽ when we are discussing an example, ഞാനിവിടെ ഒരു എക്സാമ്പിൾ ഞാൻ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ CH3COONA ഞാൻ ആരുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചു, CH3COONA എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ ഞാൻ CaO ഇൻ ദ പ്രസൻസ് ഓഫ് NaOHുമായിട്ട് എന്ത് ചെയ്തു, റിയാക്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ ബ്രേക്ക് ആവുമെന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങോട്ട് എന്ത് ചെയ്യും, ഒരു H ഇങ്ങോട്ട് വരും.
അപ്പൊ അതെന്തായിട്ട് മാറും? CH4 ആകും. പ്ലസ് എന്തായിട്ട് മാറും? Na2CO3 എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആയിട്ട് മാറും. ഇതിനെ വിളിക്കുന്ന പേരാണ് നമ്മളുടെ ഡീകാർബോക്സിലേഷൻ എന്ന് പറയാം. അപ്പൊ വുഡ്സ് റിയാക്ഷൻ പറഞ്ഞു, അതേസമയം കറാഷ് എഫക്റ്റ് അല്ലെങ്കിൽ പെറോക്സൈഡ് എഫക്റ്റ് ഡീകാർബോക്സിലേഷൻ പറഞ്ഞു. അടുത്ത ചോദ്യം, വാട്ട് ആർ കൺഫേമേഴ്സ്? എന്താണ് കൺഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ഒരു കാർബണ് മറ്റൊരു കാർബണ്, ഈ കാർബണിന്റെ ചുറ്റും ഇവിടെ ഇങ്ങനെ 2 കാർബൺസ് നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? വെച്ചിട്ടുണ്ട്. ഇപ്പൊ 2 കാർബണിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ഫ്രീ റൊട്ടേഷൻ, 2 കാർബണിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ഫ്രീ റൊട്ടേഷനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞ പേര് വിളിക്കുക? കൺഫേമേഴ്സ് എന്ന് പറഞ്ഞ പേര് വിളിക്കുക. അപ്പം ഇയാൾ ഇവിടെ കിടന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. The free rotation around a carbon-carbon single bond. The different spatial arrangement of atom arising due to free rotation around a carbon-carbon single bond are called conformation or conformers. Conformers നെ വിളിക്കുന്ന മറ്റൊരു പേരാണ്, that is known as rotamers എന്ന് പറയുന്ന മറ്റൊരു പേരും കൂടി എന്ത് ചെയ്യും? പേര് വിളിക്കും. എന്നിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? Draw the Newman projection of the eclipsed and staggered conformation of ethane. ഫസ്റ്റ് ഒരു സർക്കിൾ വരച്ചു, ഫ്രണ്ട് സൈഡ് കാണിച്ചു, ഫ്രണ്ട് സൈഡ് കാണിച്ച ഉടനെ തന്നെ ഇതിന്റെ ബാക്ക് സൈഡും കാണിച്ചു. ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും കാണിച്ചതിന് ശേഷം അവിടെയുള്ള ഹൈഡ്രജൻസ് നമ്മൾ മാർക്ക് ചെയ്തു. ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും സെയിം ആണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്ലിപ്സ്ഡ് എന്ന് പറഞ്ഞ പേര് വിളിക്കാം. അപ്പൊ ഈ എക്ലിപ്സ്ഡ് ആണെങ്കിൽ ഇലക്ട്രോൺ ക്ലൗഡ്സ് എന്ന് പറഞ്ഞത് എന്താണ്? നിയറർ ടു ഈച്ച് അതർ ആണ്. അപ്പൊ അവിടെ എഴുതുന്നുണ്ട്, ഇലക്ട്രോൺ ക്ലൗഡ്സ് ആർ നിയറർ ടു ഈച്ച് അതർ. Electron clouds are nearer to each other, so it have minimum repulsion. അതിന് റിപ്പൽഷൻ എന്തായിരിക്കും? മിനിമം അല്ല, മാക്സിമം റിപ്പൽഷൻ. ഇലക്ട്രോൺ ക്ലൗഡ്സ് എടുത്തെടുത്തല്ലേ, ഒരേപോലത്തെ സാധനങ്ങൾ എടുത്തെടുത്ത് വന്നു കഴിഞ്ഞാൽ മിനിമം റിപ്പൽഷൻ അല്ല, ഇറ്റ് വിൽ ബി ഹാവിങ് മാക്സിമം റിപ്പൽഷൻ, maximum torsional strain, maximum torsional strain, minimum stability. Eclipsed electron clouds are nearer to each other, so it have a maximum repulsion. ഇവിടെ repulsion എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. റിപ്പൽഷൻ മാക്സിമം ആണെങ്കിൽ അതിന്റെ ടോർഷണൽ സ്ട്രെയിൻ എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. അപ്പൊ അതിന്റെ സ്റ്റെബിലിറ്റി എന്തായിരിക്കും? മിനിമം ആയിരിക്കും. ഇനി ഇതിന്റെ സ്റ്റാഗേർഡ് ഫോം ഞാൻ വരയ്ക്കുകയാണെങ്കിൽ, when we are drawing this staggered form, ഫ്രണ്ടും ബാക്കും നമ്മൾ എന്ത് ചെയ്യാണ്? മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് നേരെ തല തിരിഞ്ഞിട്ടാണ് ഞാൻ അടുത്തത് എന്ത് ചെയ്യുക? ഫോം ചെയ്യുക. ഫ്രണ്ടും ബാക്കും നമുക്ക് വരക്കുന്ന സമയത്ത് ഈ രീതിയിലാണ് ഇത് എന്ത് ചെയ്യുക? ഫോം ചെയ്യുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ക്ലൗഡ്സ് എന്തല്ല? നിയറർ ടു ഈച്ച് അതർ അല്ല, ഇലക്ട്രോൺ ക്ലൗഡ്സ് ആർ ഫാർ അവേ. ഇവിടെയുള്ള ഈ ഒരു ആംഗിൾ, ഇതാണ് ഇതിന്റെ ഡൈഹെഡ്രൽ ആംഗിൾ. ഡൈഹെഡ്രൽ ആംഗിളിന്റെ വാല്യൂ അറൗണ്ട് വരുന്നത് ഒരു 60 ഡിഗ്രി റേഞ്ചിൽ അതിന്റെ ഡൈഹെഡ്രൽ ആംഗിൾ വരും. ഇതിനെയാണ് നമ്മൾ സ്റ്റാഗേർഡ് എന്ന് പറയുന്ന പേര് വിളിക്കുക. ദിസ് ഈസ് നോൺ ആസ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ എന്ന് പറഞ്ഞ പേര് വിളിക്കുക. അപ്പൊ ഈ ഇലക്ട്രോൺ ക്ലൗഡ്സ് എന്താ വരുന്നത്? ഇലക്ട്രോൺ ക്ലൗഡ്സ് ആർ ഫാർ എവേ. ഇലക്ട്രോൺ ക്ലൗഡ്സ് എന്താ വരുന്നത്? ഫാർ എവേ ആണ് വരുന്നത്. ഇലക്ട്രോൺ ക്ലൗഡ്സ് ഫാർ അവേ ആണെങ്കിൽ അതിനെന്താ ഉണ്ടാവുക? ഇലക്ട്രോൺ ക്ലൗഡ്സ് വിട്ടാണെങ്കിൽ അതിന് മിനിമം റിപ്പൽഷൻ ഏറ്റവും മിനിമം ആയിരിക്കും. മിനിമം ടോർഷണൽ സ്ട്രെയിൻ, സോ മാക്സിമം സ്റ്റെബിലിറ്റി. അപ്പം ഇലക്ട്രോൺ ക്ലൗഡ്സ് ഫാർ അവേ ആണെങ്കിൽ അതിന്റെ റിപ്പൽഷൻ എന്തായിരിക്കും? കുറവായിരിക്കും. മിനിമം റിപ്പൽഷൻ ആയിരിക്കും, മിനിമം ടോർഷണൽ സ്ട്രെയിൻ ആയിരിക്കും, മാക്സിമം എന്തായിരിക്കും? സ്റ്റെബിലിറ്റി ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, among eclipsed and staggered conformation of ethane, which is more stable and why? നമ്മൾ ഓൾറെഡി പറഞ്ഞു staggered conformation is more stable. This is because less repulsive interaction, that is torsional strain in staggered form. അതിനല്ല ഇപ്പൊ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ സ്റ്റാഗേർഡ് നോക്കുകയാണെങ്കിൽ ഇലക്ട്രോൺ ക്ലൗഡ്സ് ഫാർ അവേ ആണ്, അപ്പൊ മിനിമം റിപ്പൽഷൻ ആണ്, മിനിമം ടോർഷണൽ സ്ട്രെയിൻ ആണ്, മാക്സിമം സ്റ്റെബിലിറ്റി ആണ്. എക്ലിപ്സ്ഡ് ആണെങ്കിൽ ഇലക്ട്രോൺ ക്ലൗഡ്സ് നിയറർ ടു ഈച്ച് അതർ ആണ്, മാക്സിമം റിപ്പൽഷൻ ആണ്, മാക്സിമം ടോർഷണൽ സ്ട്രെയിൻ ആണ്, സ്റ്റെബിലിറ്റി എന്താണ്? മിനിമം ആണ് എന്നുള്ള കേസ് നമ്മൾ ഡിസ്കസ്ഡ് ആണ്.
Draw the Sohos projection of eclipsed and staggered conformation of ethane. Sohos എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സിംഗിൾ ലൈനിൽ റെപ്രസെന്റ് ചെയ്യുന്നതാണ് സോഹോസ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന്റെ ഫ്രണ്ടും ബാക്കും ഒരുപോലെയാണ് വരുന്നതെങ്കിൽ ഫ്രണ്ടും ബാക്കും ഒരുപോലെയാണ് വരുന്നതെങ്കിൽ വി ക്യാൻ സേ ദിസ് ഈസ് നോൺ ആസ് എക്ലിപ്സ്ഡ് എന്ന് പറഞ്ഞ പേര് വിളിക്കുക. ഇതിനെയാണ് നമ്മൾ എക്ലിപ്സ്ഡ് എന്ന് പറഞ്ഞ പേര് വിളിക്കുക. ഇനി ഇതിന്റെ അതേ സമയം സ്റ്റാഗേർഡ് കൺഫർമേഷൻ വരുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് ജസ്റ്റ് തിരിഞ്ഞ ടൈപ്പ് ആയിരിക്കും ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാഗേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് വിൽ ബി ദി ഷേപ്പ് ഓഫ് ദി സ്റ്റാഗേർഡ് കൺഫർമേഷൻ. സ്റ്റാഗേർഡ് കൺഫർമേഷന്റെ ഷേപ്പ് ഇതായിരിക്കും. അത് എക്ലിപ്സ്ഡ് ആണെങ്കിൽ ദിസ് ഈസ് എ ഫോം ഓഫ് ദി സ്റ്റാഗേർഡ് കൺഫർമേഷൻ ഓഫ് ദി സോഹോസ് പ്രൊജക്ഷൻ. ഇതാണ് സോഹോസ് പ്രൊജക്ഷന്റെ നമ്മൾ ഫിഗർ വരക്കാനുള്ള രീതി. അപ്പൊ ഇൻ ദി കൺഫർമേഷൻ ഓഫ് ethane the repulsive interaction between the electron clouds of the adjacent atom. repulsive interaction നമ്മൾ എന്താ പേര് വിളിച്ചിട്ടുള്ളത്? ടോർഷണൽ സ്ട്രെയിൻ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? പേര് വിളിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് ആർ ജോമെട്രിക്കൽ ഐസോമറിസം? എന്താണ് ജോമെട്രിക്കൽ ഐസോമറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡിഫറെന്റ് സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് ആറ്റം അറൌണ്ട് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് അല്ലെ. ദ ഡിഫറെന്റ് spatial arrangement of atom around carbon carbon double bond. The different spatial arrangement of atom around carbon carbon double bond നെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോമെട്രിക്കൽ ഐസോമറിസം. ഈ ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കണമെങ്കിൽ ഇപ്പൊ എത്രയേ ഉള്ളൂ? ഇപ്പൊ എന്റെ കയ്യിൽ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ കാർബൺ അറ്റാച്ച് ചെയ്യുന്ന ഒന്ന് എ ആണെങ്കിൽ പിന്നെ ഈ കാർബൺ അറ്റാച്ച് ചെയ്യുന്ന ഒന്ന് ബി ആയിരിക്കണം. പിന്നെ ഇവിടെ ഉണ്ടാകുന്നത് എന്താവാം? ബി ആവാം, എ ആവാം. എന്ന് പറഞ്ഞാൽ ഒരു കാർബൺ അറ്റാച്ച് ചെയ്യുന്ന രണ്ടു പേരും എന്തായിരിക്കണം? ഡിഫറെന്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കുള്ളൂ. അപ്പൊ ഇയാൾ എന്ത് ചെയ്യും? ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കും. അതേസമയം നിങ്ങൾക്ക് അടുത്തൊരു എക്സാമ്പിൾ തരാം. ഇവിടെ കാർബൺ കാർബൺ, ഇവിടെ എ തന്നിട്ടുണ്ട്, ഇവിടെ എ തന്നിട്ടുണ്ട്, ഇവിടെ എ തന്നിട്ടുണ്ട്, ഇവിടെ ബി തന്നിട്ടുണ്ട്. ഇയാൾ ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. ഈ കാർബൺ അറ്റാച്ച് ചെയ്ത രണ്ടു പേര് എന്താണ്? സെയിം ആണ്. ഒരു കാർബൺ അറ്റാച്ച് ചെയ്ത രണ്ട് പേര് ഡിഫറെന്റ് ആണെങ്കിൽ മാത്രമേ അവിടെ ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കുള്ളൂ. അതിന്റെ ഡിഫറെന്റ് സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ആണ് നമുക്ക് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന ജോമെട്രിക്കൽ ഐസോമറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വിത്ത് ആൻ എക്സാമ്പിൾ നമുക്ക് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ദ മെയിൻ എക്സാമ്പിൾ വി ആർ കൺസിഡറിങ് ഹിയർ ഈസ് But2ene എന്ന് പറയുന്ന എക്സാമ്പിൾ. എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഈ ഒരു എക്സാമ്പിൾ തന്നെയായിരിക്കും But2ene. But2ene എന്ന് പറഞ്ഞാൽ there is a carbon carbon double bond. ഇവിടെ ഒരു CH3, അതിന്റെ ഓപ്പോസിറ്റില് ഒരു CH3, ഇവിടെ ഒരു H, അതിന്റെ ഓപ്പോസിറ്റിൽ ഒരു H ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലാണ് വരുന്നതെങ്കിൽ വി ക്യാൻ സേ ദിസ് ഈസ് trans-but2ene എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. trans-but2ene. ഇനി അതേസമയം എൻ്റെ കയ്യിൽ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്, ഇവിടെ ഒരു CH3, അതിന്റെ അതേ സൈഡിൽ തന്നെ അടുത്തൊരു CH3, ഇവിടെ ഒരു H, ഇവിടെ ഒരു H വരികയാണെങ്കിൽ വി ക്യാൻ നെയിം ഇറ്റ് ആസ് cis-but2ene എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ പേര് എഴുതാൻ പറ്റും. trans-but2ene-ഉം cis-but2ene-ഉം. If the group are coming in the opposite side ആണെങ്കിൽ നമുക്ക് അതിനെ ട്രാൻസ് എന്നും, സെയിം സൈഡിലാണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറഞ്ഞ പേര് വിളിക്കാം? സിസ് എന്ന് പറയുന്ന പേര് എന്ത് ചെയ്യാം? പേര് വിളിക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, നമുക്കൊരു മോളിക്യൂൾ ഇവിടെ തന്നിട്ടുണ്ട്. HBrമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എ ബി കണ്ടുപിടിക്കണം. ശ്രദ്ധിച്ചോ, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. എൻ്റെ കയ്യിൽ തന്നിട്ടുള്ള മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH3 CH ഡബിൾ ബോണ്ട് CH2 എന്ന് പറയുന്ന മോളിക്യൂളിലോട്ട് HBr ജനറലി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ H+ ഉണ്ട്, Br- ഉണ്ട്. ഇത് റിയാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡബിൾ ബോണ്ട് ഇവിടെ എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും. മാർക്കോണിക്കോഫ് റൂൾ ആണ് ഇവിടെ എന്ത് ചെയ്യുക? നെഗറ്റീവ് പാർട്ട് വിൽ ബി അറ്റാച്ച് ടു ദി കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഹാവിംഗ് ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ. H+ ഇങ്ങോട്ട് എന്ത് ചെയ്യും? വരും. സോ ദ പ്രൊഡക്റ്റ് ഓഫ് ദി റിയാക്ഷൻ ഈസ് CH3 CHന്റെ ഇവിടെ എന്തുണ്ട്? Br. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ട്? CH3 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഇറ്റ് ബിക്കം 2-bromobutane എന്നുള്ള ഒരു പ്രൊഡക്റ്റ്. ഈ പ്രൊഡക്റ്റ് ആയിരിക്കും ഇവിടെയുള്ള മേജർ പ്രൊഡക്റ്റ്. ഈ മേജർ പ്രൊഡക്റ്റ് ആയിരിക്കും ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കോനിക്കോവ്സ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മാർക്കോനിക്കോവ്സ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ പ്രൊഡക്റ്റ് ആണ്. മേജർ പ്രൊഡക്റ്റിന്റെ പുറമെ അവിടെ മൈനർ പ്രൊഡക്റ്റും വരുന്നുണ്ട്. മൈനർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആന്റി മാർക്കോണിക്കോഫ് റൂൾ. വി സ്റ്റഡീഡ് ദി കറാഷ് എഫക്ട് അല്ലെങ്കിൽ പെറോക്സൈഡ് എഫക്ട് നമ്മൾ ഇവിടെ പഠിച്ചു. അപ്പൊ ഇവിടെ വരുന്നത് CH3 CH2 CH2Br എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ വരും. ദിസ് ഈസ് ദി മൈനർ പ്രൊഡക്റ്റ്. മൈനർ പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ആന്റി മാർക്കോണിക്കോഫ് റൂൾ. ഞാൻ AMK എന്ന് എഴുതുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് ഇവിടെ കിട്ടി. ഐഡന്റിഫൈ A and B. Which is the major product in the above reaction? ഇയാളാണ് മേജർ പ്രൊഡക്റ്റ്. മേജർ പ്രൊഡക്റ്റ് ഏതാണെന്ന് നമുക്ക് ഇവിടെ എഴുതി. ദാറ്റ് ഈസ് 2-bromopropane. മേജർ പ്രൊഡക്റ്റ് വരുന്നത് 2-bromopropane ആണ് ഇവിടെ വരുന്ന ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ പ്രൊഡക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെയിം ആൻഡ് സ്റ്റേറ്റ് ദ റൂൾ വിച്ച് ഈസ് ഡിസൈഡഡ് ദി മേജർ പ്രൊഡക്റ്റ്. ഈ മേജർ പ്രൊഡക്റ്റ് കിട്ടുന്ന റൂൾ നമ്മൾ എന്താ പേര് വിളിക്കുക? ദാറ്റ് ഈസ് നോൺ ആസ് മാർക്കോണിക്കോവ്സ് റൂൾ എന്നാണ് നമ്മൾ പേര് വിളിക്കുക. അക്കോർഡിംഗ് ടു മാർക്കോണിക്കോവ്സ് റൂൾ നമുക്ക് പറയാൻ പറ്റുന്നത് അക്കോർഡിംഗ് ടു മാർക്കോണിക്കോവ്സ് റൂൾ നമുക്ക് പറയാൻ പറ്റുന്ന റിയാക്ഷൻ എന്താണ്? ഇവിടെ 3 കാർബൺ അല്ലേ നമുക്ക് തന്നിട്ടുള്ളൂ. ഓക്കെ ഫൈൻ. അക്കോർഡിംഗ് ടു മാർക്കോണിക്കോവ്സ് റൂൾ നമുക്ക് പറയാൻ പറ്റും ദ നെഗറ്റീവ് പാർട്ട് ഓഫ് ദി ആഡിംഗ് മോളിക്യൂൾ വിൽ ബി ഗെറ്റ് അറ്റാച്ച്ഡ് ടു ദി കാർബൺ ഡബിൾ ബോണ്ട് ഹാവിംഗ് ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ. അതാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കോണിക്കോവ്സ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിം ആൻഡ് സ്റ്റേറ്റ് ദ റൂൾ വിച്ച് ഡിസൈഡ് ദി മേജർ പ്രൊഡക്റ്റ്. എന്താ മാർക്കോണിക്കോവ്സ് റൂൾ? എന്താ? ദ നെഗറ്റീവ് പാർട്ട് ഓഫ് ദി അഡൻഡം അല്ലെങ്കിൽ ആഡിംഗ് മോളിക്യൂൾ വിൽ ബി ഗെറ്റ് അറ്റാച്ച്ഡ് ടു ദി കാർബൺ ഡബിൾ ബോണ്ട് കണ്ടെയ്നിങ് ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഈസ് നോൺ ആസ് ദി മാർക്കോണിക്കോവ്സ് റൂൾ എന്ന് പറയുന്ന പേര് വിളിക്കാം. അത് കഴിഞ്ഞ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താ ക്വസ്റ്റ്യൻ? ഗിവ് ദി പ്രിപ്പറേഷൻ ഓഫ് അസെറ്റിലീൻ ഫ്രം കാൽഷ്യം കാർബൈഡ്. ഇത് നമ്മൾ പഠിച്ച റിയാക്ഷൻ ആണ്. ആൽക്കൈനിന്റെ കേസിലാണ് നമ്മൾ ഈ കാൽഷ്യം കാർബൈഡിനെ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള ഈ കാൽഷ്യം ഇവിടെയുള്ള ഈ 2 OH ഉണ്ടായിരിക്കും. 2 OHുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്തായിട്ട് മാറും? CaOH ട്വൈസ് എന്ന് പറയുന്ന മോളിക്യൂൾ ആകും. ബാക്കി ഉണ്ടാകുന്ന 2 കാർബണും 2 ഹൈഡ്രജനും അത് കൂടി ചേർന്ന് C2H2 ആയിട്ട് മാറും. ദാറ്റ് ഈസ് അസെറ്റിലീൻ ഓർ ഈഥൈൻ ഗ്യാസ് എന്നുള്ള രീതിയിൽ നമുക്ക് പേര് വിളിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ വിൽ യു കൺവേർട്ട് അസെറ്റിലീൻ ടു ബെൻസീൻ? അസെറ്റിലീൻ എന്താക്കി മാറ്റണം? ബെൻസീൻ ആക്കി മാറ്റണം. അതിനുള്ള മെത്തേഡ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിന് അസെറ്റിലീനെ ബെൻസീൻ ആക്കുന്ന ഈ ഒരു മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഓർമ്മിച്ച് വെച്ചോ, ദിസ് ഈസ് നോൺ ആസ് സൈക്ലിക് പോളിമറൈസേഷൻ. ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും എന്താണ് സൈക്ലിക് പോളിമറൈസേഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ ഇങ്ങോട്ട് എന്ത് ചെയ്യും? ചോദിക്കും. സൈക്ലിക് പോളിമറൈസേഷൻ ഇത് തന്നെയാണ്. ബെന്നുകളിൽ ഈഥൈന് ഇങ്ങനത്തെ 3 ഈഥൈൻ ഉണ്ട്. ദിസ് ഈസ് അണ്ടർഗോ സൈക്ലിക് പോളിമറൈസേഷൻ. ഇവിടെ എന്ത് ചെയ്യാണ്? സൈക്ലിക് പോളിമറൈസേഷൻ നടക്കാണ് ഇൻ ദ പ്രസൻസ് ഓഫ് റെഡ് ഹോട്ട് അയൺ ട്യൂബ്. ഇത് ഇങ്ങനെയും വരയ്ക്കാം ഇങ്ങനെയും വരയ്ക്കാം, ഏതാണെങ്കിലും സെയിം തന്നെ. അപ്പം at 873 Kelvin ആണ് and you will be getting benzene. നിങ്ങൾക്ക് കിട്ടുന്ന ഫൈനൽ പ്രോഡക്റ്റ് എന്തായിരിക്കും? ബെൻസീൻ ആണ് ഫൈനൽ പ്രോഡക്റ്റ് കിട്ടുക. ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്ലിക് പോളിമറൈസേഷൻ. ലില്ലാർ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പാർഷ്യലി ഡീആക്ടിവേറ്റഡ് പലഡൈസ്ഡ് ചാർക്കോൾ. പാർഷ്യലി ഡീആക്ടിവേറ്റഡ് പലഡൈസ്ഡ് ചാർക്കോളിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലില്ലാർ കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന പേര് വിളിക്കുക. ലില്ലാർ കാറ്റലിസ്റ്റിന്റെ ഒരു എക്സാമ്പിൾ ഇപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 166 ബന്ധപ്പെട്ടിട്ട് നിങ്ങളെ കയ്യിൽ CH3 C ട്രിപ്പിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് CH3 എന്നുള്ളതിലോട്ട് ലില്ലാർ കാറ്റലിസ്റ്റ് ആഡ് ചെയ്തു. ദാറ്റ് ഈസ് പലേഡിയം ബാർ കാർബൺ. അതാണ് ലില്ലാർ കാറ്റലിസ്റ്റ്. പാർഷ്യലി ഡീആക്ടിവേറ്റഡ് പലഡൈസ്ഡ് ചാർക്കോൾ എന്നാ പറയാ. ലില്ലാർ കാറ്റലിസ്റ്റ് ആണ് ആഡ് ചെയ്യണമെങ്കിൽ ഇതൊക്കെ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആണ് ആക്ച്വലി സംഭവിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ വരുന്നത് CH3 C ഡബിൾ ബോണ്ട്, പിന്നെ ഇവിടെ വരുന്ന ഒരു CH3, ഇവിടെ ഒരു H, ഇവിടെ ഒരു H എന്ന് പറഞ്ഞാൽ ലില്ലാർ കാറ്റലിസ്റ്റ് നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു സിസ് കോമ്പൗണ്ട് ആയിരിക്കും. അതേസമയം ലില്ലാർ കാറ്റലിസ്റ്റ് അല്ല നിങ്ങൾ ആഡ് ചെയ്യുന്നത്, സോഡിയം ഇൻ ദ പ്രസൻസ് ഓഫ് ലിക്വിഡ് അമോണിയ, ലിക്വിഡ് NH3 ആണ് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C ഡബിൾ ബോണ്ട് C, ഇവിടെ ഒരു CH3, അതിന്റെ ഓപ്പോസിറ്റിൽ അടുത്തൊരു CH3, ഇവിടെ ഒരു H, അതിന്റെ ഓപ്പോസിറ്റ് ഇവിടെ ഒരു H എന്ന് പറയുന്ന ഒരു ട്രാൻസ് കോമ്പൗണ്ട് ആയിരിക്കും ഇവിടെ എന്ത് ചെയ്യുക? ഫോം ചെയ്യുക. അപ്പൊ നിങ്ങൾ ലില്ലാർ കാറ്റലിസ്റ്റോ അല്ലെങ്കിൽ സോഡിയം ഇൻ ദ പ്രസൻസ് ഓഫ് ലിക്വിഡ് അമോണിയോ, ലില്ലാർ കാറ്റലിസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് പാർഷ്യലി ഡീആക്ടിവേറ്റഡ് പലഡൈസ്ഡ് ചാർക്കോൾ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ യു വിൽ ഗെറ്റിംഗ് എ 6 പ്രൊഡക്റ്റ്. ആൻഡ് ഇഫ് യു ആർ യൂസിങ് സോഡിയം ഇൻ ദ പ്രസൻസ് ഓഫ് ലിക്വിഡ് അമോണിയ നിങ്ങൾക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഒരു ട്രാൻസ് പ്രൊഡക്റ്റ് ആയിരിക്കും കിട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ, ദി കോൾഡ് ഡൈല്യൂട്ട് അക്വസ് സൊല്യൂഷൻ ഓഫ് KMnO4 വിളിക്കുന്ന പേരാണ് ബേയസ് റിയേജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അടുത്ത ചോദിച്ചുള്ളത് സ്റ്റേറ്റ് ഹക്കൽസ് റൂൾ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്.
ഇവിടെ പറഞ്ഞ it is related to aromaticity of the compound. The rule states that cyclic ആയിരിക്കണം, പിന്നെ എന്തായിരിക്കണം, planar എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sp2 hybridized ആയിരിക്കണം, contain 4n+2 pi electrons are aromatic. ഞാൻ അടുത്ത പേജിൽ എഴുതാം. ഹക്കൽസ് റൂൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ഒരാൾ ഹക്കൽസ് റൂൾ ഒബേ ചെയ്യുന്നുണ്ട് എന്ന് പറയണമെങ്കിൽ, അയാൾ എന്തായിരിക്കണം, സൈക്ലിക് ആയിരിക്കണം, മാത്രമല്ല പ്ലനാർ ആയിരിക്കണം. പ്ലനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെജോറിറ്റി കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ sp2 ആയിരിക്കണം, മാത്രമല്ല റെസണൻസ് ഉണ്ടാകണം. there should be some resonance over entire cycle. റെസണൻസ് ഓവർ എൻറ്റയർ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? റെസണൻസ് ഓവർ എൻറ്റയർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? എന്തൊക്കെ റെസണൻസിന്റെ കണ്ടീഷൻ? ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, പോസിറ്റീവ് ചാർജ്, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ലോൺ പെയർ, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, നെഗറ്റീവ് ചാർജ്, ദെൻ പോസിറ്റീവ് ചാർജ്, സിംഗിൾ ബോണ്ട്, ലോൺ പെയർ. അല്ലെങ്കിൽ ഇങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ടെങ്കിലാണ് അവിടെ റെസണൻസ് ഉണ്ട് എന്ന് പറയാൻ പറ്റുക. അപ്പൊ സൈക്ലിക് ആവണം, പ്ലനാർ ആയിരിക്കണം, റെസണൻസ് ഓവർ എൻറ്റയർ സൈക്കിൾ ആയിരിക്കണം, മാത്രമല്ല 4n+2 പൈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യണം, ഉണ്ടായിരിക്കണം. 4n+2 പൈ ഇലക്ട്രോൺസ് വേണം. എന്നിന്റെ വാല്യൂ 0 ആണെങ്കിൽ, അവിടെ 2 പൈ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. എന്നിന്റെ വാല്യൂ 1 ആണെങ്കിൽ 6 പൈ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. എന്നിന്റെ വാല്യൂ 2 ആണെങ്കിൽ 10 പൈ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. എന്നിന്റെ വാല്യൂ 3 ആണെങ്കിൽ 14 ആയിരിക്കും. എന്നിന്റെ വാല്യൂ 4 ആണെങ്കിൽ 18 ആയിരിക്കും. എന്നിന്റെ വാല്യൂ 5 ആണെങ്കിൽ 22 പൈ ഇലക്ട്രോൺസ്. ഇത്രയും പൈ ഇലക്ട്രോൺസ് ആണ്, ഇതെല്ലാം പൈ ആണ്. ഇത്രയും പൈ ഇലക്ട്രോൺസ് ഇത് ഈ ഓർഡറിലായിരിക്കണം പൈ ഇലക്ട്രോൺസിന്റെ പ്രസൻസ് അവിടെ ഉണ്ടായിരിക്കേണ്ടത്. ഇതാണ് ഹക്കൽസ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്രയും കണ്ടീഷൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അതിൽ ഹക്കൽസ് റൂൾ ഉള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു നോക്ക്. സെലക്ട് ദി അറോമാറ്റിക് കോമ്പൗണ്ട് എമംഗ് ദ ഫോളോയിങ്. ഒന്നാമത്തെ കോമ്പൗണ്ട് നമ്മളിവിടെ സെലക്ട് ചെയ്യാന്ന് വിചാരിക്കും. ഇഫ് യു ആർ കൺസിഡറിംഗ് ദി ഫസ്റ്റ് കോമ്പൗണ്ട് നമ്മളിവിടെ സെലക്ട് ചെയ്യാന്ന് വിചാരിക്കും. നമ്മളിവിടെ സെലക്ട് ചെയ്യാണ്. അപ്പൊ ഈ ഫസ്റ്റ് കോമ്പൗണ്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അത് വരിക എന്നുള്ള കേസുകൾ ഇവിടെ ശ്രദ്ധിക്കുക, എങ്ങനെയാണ് വരിക എന്നുള്ളത്. ഇപ്പൊ ഇവിടെ നോക്ക്, ഈ കോമ്പൗണ്ട് എന്താണ്, സൈക്ലിക് ആണ്. ഫസ്റ്റത്തെ കോമ്പൗണ്ട് സൈക്ലിക് ആണ്. പിന്നെ ഇത് ഡബിൾ ബോണ്ട് ആണ്, sp2, ഇത് sp2, ഈ കാർബണും sp2, ഈ കാർബണും sp2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലനാർ ആണ്, സൈക്ലിക് ആണ്, പ്ലനാർ ആണ്. പിന്നെ ഇവിടെ പറഞ്ഞു നോക്ക്, ഡബിള് സിംഗിള്, ഇവിടെ എന്താ ഉള്ളത്, ഡബിള് സിംഗിള്, റെസണൻസ് ഉണ്ട് ഓവർ ദി എൻറ്റയർ സൈക്കിൾ. അവിടെ എന്തുണ്ട്, റെസണൻസ് ഉണ്ട്. ഇവിടെ 2, ടോട്ടൽ 4 പൈ ഇലക്ട്രോൺസ്. 4 എന്ന് പറയുന്ന സാധനം ഹക്കൽ റൂളിന് ഒബേ ചെയ്യുന്നുണ്ടോ? ഇല്ല. 2, 6, 10, 14, 18, 22 അതാണ് ഹക്കൽസ് റൂളിന് ഒബേ ചെയ്യുന്ന ഓർഡർ. അപ്പൊ ഇവിടെ 4 എന്ന് പറയുന്ന സാധനം ഹക്കൽസ് റൂളിന് ഒബേ ചെയ്യുന്നില്ല. അപ്പൊ ഇതെന്താണ്, നോട്ട് അറോമാറ്റിക് ആണ്. ഇതെന്തല്ല, അറോമാറ്റിക് അല്ല എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. ഇനി ഇവിടെ നോക്കാം, ഈ കോമ്പൗണ്ട് എന്താണ്, സൈക്ലിക് ആണ്. ഇനി ഇവിടെ നോക്കുക, ഇത് sp2, ഇത് sp2, ഇത് sp2, ഇത് sp2, ഇനി ഇത് sp3 ആണ്. മെജോറിറ്റി sp2 ആയാൽ മതി. അപ്പൊ ഇതെന്താണ്, പ്ലനാർ ആണ്. ഇനി ഇവിടെ നോക്കുക, ഡബിള് അവിടെ വന്ന ഐറ്റം ഇവിടെ നോക്കുക. ദിസ് ഈസ് ഡബിൾ സിംഗിൾ, പിന്നെ ഇവിടെയും ഡബിള് സിംഗിൾ, പിന്നെ ഡബിള് സിംഗിൾ, ഇവിടെ ലോൺ പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്, റെസണൻസ് ഉണ്ട്. എത്ര പൈ ഇലക്ട്രോൺസ് ഉള്ളത്, 2, പിന്നെ ഇവിടെ ലോൺ പെയറിന്റെ ഒരു പൈയും കൂടി, അപ്പൊ 2, ടോട്ടൽ 6 പൈ ഇലക്ട്രോൺസ് വരുന്നുണ്ട്. 6 പൈ ഇലക്ട്രോൺസ് വരുന്നുണ്ട്. 6 പൈ ഇലക്ട്രോൺസ് വരുന്നുണ്ടെങ്കിൽ ഏതാ മക്കളെ, 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹക്കൽസ് റൂൾ ഒബേ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇയാൾ എന്താണ്, അറോമാറ്റിക് ആണ് എന്നാ പറയാൻ പറ്റുക. അപ്പൊ അടുത്ത ആൾ എന്താണ്, അറോമാറ്റിക് ആണ്. ഇനി അതേസമയം ഇവിടെ നിങ്ങൾ നോക്ക്, ഇതെന്താണ്, സൈക്ലിക് ആണ്. അതേസമയം പിന്നെന്താണ്, പ്ലനാർ ആണ്. സൈക്ലിക് ആണ്, പ്ലനാർ ആണ്. ഡബിള് സിംഗിള് ഡബിള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്ക്, ഇവിടെ സിംഗിള് എന്ന് പറഞ്ഞാൽ ഡബിള് സിംഗിള് ഡബിള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തില്ല, റെസണൻസ് ഇല്ല. ത്രൂ ഔട്ട് ദ സ്ട്രക്ചർ എന്തില്ല, റെസണൻസ് ഇല്ല. ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ഇല്ലെങ്കിൽ പിന്നെ അത് നോട്ട് അറോമാറ്റിക്കാ. ഇനി ഇവിടെ നോക്കുക, അത് നാഫ്തലീൻ എന്ന് പറയുന്ന കോമ്പൗണ്ട്, ഇത് സൈക്ലിക് ആണ്, എല്ലാം ഡബിൾ ബോണ്ട് ആണ്. അപ്പൊ അതെന്താണ്, പ്ലനാർ ആണ്. റെസണൻസ് ഉണ്ടോ നോക്കുക, ഡബിള് സിംഗിള് അപ്പൊ അവിടെ എന്തുണ്ട്, എല്ലാം ഡബിള് സിംഗിള് എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പൊ അവിടെ റെസണൻസ് ഉണ്ട്, പ്ലനാർ ആണ്, സൈക്ലിക് ആണ്. എത്ര പൈ ഇലക്ട്രോൺസ്, 2, 4, 6, 8, 10 പൈ ഇലക്ട്രോൺസ് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഹക്കൽസ് റൂളിൽ 10 എന്ന് പറയുന്ന കേസ് വരുന്നുണ്ടോ നോക്കുക.
10 എന്ന് പറഞ്ഞ കേസ് ഹക്കൽസ് റൂൾ ഒബേ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇയാൾ എന്തായിരിക്കും? അറോമാറ്റിക് എന്ന് പറയുന്ന കോമ്പൗണ്ട് ആയിരിക്കും. സോ ദിസ് കോമ്പൗണ്ട് വിൽ ബി ആൻ അറോമാറ്റിക് കോമ്പൗണ്ട്. ആ കോമ്പൗണ്ട് എന്താണ്? ഒരു അറോമാറ്റിക് കോമ്പൗണ്ട് ആണെന്ന് എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. സോ മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഞാൻ പറയുന്നു, ഈ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും നിങ്ങൾക്ക് 2 ചോദിക്കാൻ വരെ ചാൻസ് ഉള്ള സാധനമാണ്. ഏതെങ്കിലും 2, ഐസോമറൈസേഷൻ, അരോമറ്റൈസേഷൻ, പൈറോളിസിസ്, ഏതെങ്കിലും 2 നമ്മോട് ചോദിക്കാം. ഇപ്പൊ ഐസോമറൈസേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള ഒരു ആൽക്കെയിൻ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ CH3 CH2, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ CH2 4 times CH3 എന്ന് പറയുന്ന 6 കാർബൺ ഉള്ള ഒരു ആൽക്കൈനെ ഞാൻ ആരുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്ന that are reacting with anhydrous AlCl3 in the presence of HCl. നമുക്ക് ഇതിന്റെ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഇവിടെ നിലവിലുള്ള കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 കാർബണും 14 ഹൈഡ്രജനും ആണ്. അതിന്റെ ഐസോമർ പ്രൊഡക്റ്റുകൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ഫോം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഫോം ചെയ്യാൻ പറ്റുക? CH3 CH CH3, പിന്നെ ഇവിടെ കിട്ടുന്നത് CH2 CH2 CH3 എന്ന് പറയുന്ന പ്രൊഡക്റ്റ് കിട്ടുന്നു. 1 2 3 4 5 6 എന്ന് പറഞ്ഞാൽ 2-methyl pentane. ഇതിന്റെ പേര് എഴുതി വെക്കുക. 2-methyl pentane എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് കിട്ടുന്നു. 2-methyl pentane എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് നമുക്ക് അവിടെ ഫോം ചെയ്യാൻ പറ്റുന്നു. അതിന്റെ പുറമെ ഈ മീഥൈലിന്റെ പൊസിഷൻ എന്ത് ചെയ്യാം? ഇനി ഇങ്ങോട്ട് മാറാം. മീഥൈലിന്റെ പൊസിഷൻ കൂടെ മാറിക്കഴിഞ്ഞാൽ എങ്ങനെ വരിക? CH3 CH2 CH, അവിടെ ഒരു CH3, പിന്നെ ഒരു CH2 CH3 എന്ന് പറയുന്ന മറ്റൊരു പ്രൊഡക്റ്റ് ഉണ്ടാവാം. ദിസ് ഈസ് നോൺ ആസ് 3-methyl pentane എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഫോം ചെയ്യാം. 3-methyl pentane എന്ന് പറയുന്ന മറ്റൊരു പ്രൊഡക്റ്റ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഫോം ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ് ഐസോമറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആൽക്കെയിൻ റിയാക്ട് വിത്ത് ആൻഹൈഡ്രസ് AlCl3 and HCl to form the isomeric product of the alkane. That process is known as isomerization എന്ന് പറയുന്ന പേര് വിളിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? അരോമറ്റൈസേഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. Aromatization definition: alkane having minimum 6 carbon or more. മിനിമം ഞാൻ പറയുന്ന ഡെഫിനിഷൻ നിങ്ങൾ ഓർമ്മിച്ച് വെക്കണേ, അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് എടുത്തിട്ട് അതിന്റെ ഡെഫിനിഷൻ നോക്കണം. ആൽക്കൈൻ ഹാവിംഗ് 6 കാർബൺ ഓർ മോർ റിയാക്റ്റഡ് വിത്ത് ആരുമായിട്ടാ റിയാക്ട് ചെയ്യിപ്പിക്കുന്നത് മക്കളെ? ദാറ്റ് ഈസ് ഇറ്റ് റിയാക്ട് വിത്ത് 773 Kelvin ടെമ്പറേച്ചർ, 10 to 20 atm pressure in the presence of catalyst like Cr2O3 or V2O5 or MO2O3. ഇതിൽ ഏതെങ്കിലും ഒരു കാറ്റലിസ്റ്റ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ അറോമാറ്റിക് കോമ്പൗണ്ട് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് കിട്ടും? ബെൻസീൻ കിട്ടും. If a compound having 6 carbon atom or more heated at 773 Kelvin, 10 to 20 atm pressure in the presence of catalyst like Cr2O3, V2O5, MO2O3, we get an aromatic compound. This process is known as aromatization. Aromatization നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് reforming. അറോമറ്റൈസേഷൻ എന്ന് പറയുന്ന ഈ ഒരു വേർഡിനെ വിളിക്കുന്ന മറ്റൊരു പേരും കൂടി ഉണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് റിഫോമിംഗ്. റിഫോർമിംഗ് എന്ന് പറയുന്ന പേര് വിളിക്കും. ദാറ്റ് ഈസ് നോൺ ആസ് റിഫോർമിംഗ് എന്ന് പറയുന്ന പേര് വിളിക്കും. ദിസ് ഈസ് അറോമറ്റൈസേഷൻ എന്ന് പറഞ്ഞ പേര് വിളിക്കുക. ആൽക്കൈൻ ഹാവിംഗ് 6 or more carbon atom heated at 773 Kelvin, 10 to 20 atm pressure, 10 to 20 atm pressure in the presence of catalyst like Cr2O3, V2O5, MO2O3. ഈ ഡെഫിനിഷൻ ഇതേപോലെ പഠിച്ചു വെക്കണം. supported over alumina, we will get aromatic compound. This process is known as aromatization. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞ പേര് വിളിക്കുക? അറോമാറ്റൈസേഷൻ എന്ന് പറഞ്ഞ പേര് വിളിക്കുക.
അറോമറ്റൈസേഷൻ കഴിഞ്ഞ ശേഷം നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യൻ എന്താണ്? പൈറോളിസിസ്. വാട്ട് ഈസ് മീൻ ബൈ പൈറോളിസിസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റാണ്. പൈറോളിസിസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. അപ്പൊ എന്റെ കയ്യിലും C6H14 എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് പ്രസന്റ് ആണെന്ന് വിചാരിക്കുക. C6H14 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് പ്രസന്റ് ആണ്. ഇതിനെ ഞാൻ ഹൈ ടെമ്പറേച്ചറിൽ അങ്ങോട്ട് ഹീറ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് 773 കെൽവിനിൽ ഹീറ്റ് ചെയ്തപ്പം എനിക്ക് C6H12 പ്ലസ് ഡാഷ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് കിട്ടി. അടുത്തത് കിട്ടിയിട്ടുള്ളത് C4H8 പ്ലസ് ഡാഷ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് കിട്ടി. അടുത്തത് എനിക്ക് കിട്ടിയത് CH4 പ്ലസ് ഡാഷ് പ്ലസ് ഡാഷ്. ഇങ്ങനെ ആവുന്ന പ്രോസസ്സിന് എന്താ പേര് വിളിക്കുക? ഇതിനെ ഡെഫിനിഷൻ എന്താന്നുള്ള രീതിയിലൊക്കെയാണ് ചോദിക്കുക. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ആസ് ഫ്രം ദ ഡെഫിനിഷൻ ഇവിടെ നോക്ക്, C6H12 ഇവിടെ ഉണ്ട്, ബാക്കി ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ ഇവിടെ കിട്ടുന്നത് H2 എന്ന് പറയുന്ന കോമ്പൗണ്ട് ആയിരിക്കും. C6 C4 വന്നു, ബാക്കി ഇവിടെ C2 ഉണ്ട്. H14 H8 ഇവിടെ വന്നു, അപ്പൊ C2H6 ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. CH4 വന്നിട്ടുണ്ട്, ബാക്കി 2 ആക്കി നമുക്ക് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. ബാക്കി 5 കാർബൺ ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ 3 കാർബൺ എഴുതി, അടുത്തതിൽ ഞാൻ 2 കാർബൺ എഴുതി. 3 കാർബൺ എഴുതി, 2 കാർബൺ എഴുതി. 3 കാർബണിന്റെ കൂടെ ഞാൻ 6 ഹൈഡ്രജൻ എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ 10 ഹൈഡ്രജനായി. 10 ഹൈഡ്രജനായി. ഇവിടെ 4ഉം ഇവിടെ 6ഉം ടോട്ടൽ 10. 14 ബാക്കി 4 കൂടി ഉണ്ട് 10 കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പൊ C2H4 ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ CH4 പ്ലസ് C3H6 പ്ലസ് C2H4. വലിയൊരു കോമ്പൗണ്ടിനെ ചെറുതാക്കി ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്ന ഈ പ്രോസസ്സിനെയാണ് നമ്മൾ പൈറോളിസിസ് എന്ന് പറയുന്ന എന്ത് ചെയ്യുക? പേര് വിളിക്കാം. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആൽക്കൈൻ ഹാവിംഗ് 6 or more carbon atom on heating high temperature, it decomposes into lower alkane, hydrogen, etc. This process is known as pyrolysis. ഇതിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈറോളിസിസ് എന്ന് പറഞ്ഞ പേര് വിളിക്കാം. പൈറോളിസിസ് കഴിഞ്ഞ ശേഷം അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളോട് ശ്രദ്ധിക്കുക. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ആസ്കിംഗ് ഹിയർ? എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നോക്കുക. വാട്ട് ആർ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ? ഗിവ് ആൻ എക്സാമ്പിൾ. അവിടെ നോക്കുക. These are the reaction in which a weak electrophile is replaced by a strong electrophile. ഒരു വീക്ക് ഇലക്ട്രോഫൈലിനെ ഒരു സ്ട്രോങ് ഇലക്ട്രോഫൈൽ എന്ത് ചെയ്യാണ്? റീപ്ലേസ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞ പേര് വിളിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നൈട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. കോൺസെൻട്രേറ്റഡ് HNO3 പ്ലസ് കോൺസെൻട്രേറ്റഡ് H2SO4 ആഡ് ചെയ്യുമ്പം ഇതിലുള്ള ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NO2 പ്ലസ് ആണ്. ഈ NO2 പ്ലസ് ഇവിടെ വരികയും ഇവിടെ നിന്ന് ഹൈഡ്രജൻ എന്ത് ചെയ്യും? റീപ്ലേസ് ചെയ്യുകയും ചെയ്യും. ഇവിടെ നമുക്ക് ബാക്കി ഇവിടെ ഉള്ള ഹൈഡ്രജൻ അവിടെ നിന്ന് റീപ്ലേസ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ബെൻസീൻ റിങ്ങിന്റെ ഇവിടെ ഏത് ഗ്രൂപ്പ് വരും? നൈട്രോ ഗ്രൂപ്പ് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? നൈട്രോ ബെൻസീൻ ആയിട്ട് മാറും. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞ പേര് വിളിക്കുക? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞ പേര് വിളിക്കുക. When benzene is heated with a mixture of concentrated HNO3 and H2SO4 we get nitrobenzene. അതാണ് നൈട്രേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, how will you convert benzene to chlorobenzene? ഇതിലോട്ട് എന്ത് ചെയ്യുക? ബെൻസീനിലോട്ട് ക്ലോറിൻ ആഡ് ചെയ്യുക. ദിസും ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ തന്നെയാണ്. ഇൻ ദ പ്രസൻസ് ഓഫ് ആൻഹൈഡ്രസ് AlCl3 ഇതിലുള്ള ഒരു ഇലക്ട്രോഫൈൽ ക്ലോറിൻ ആണ്. ആ ക്ലോറിൻ ബെൻസീനിലോട്ട് വരും. പകരം ഇവിടെ ഒരു H ഉണ്ടാകും. ആ H അവിടെ നിന്ന് റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ക്ലോറിൻ വരും. ക്ലോറോ ബെൻസീൻ ആവും. പ്ലസ് എന്തായിട്ട് മാറും? HCl ആയിട്ട് മാറും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞ പേര് വിളിക്കുക? ഇലക്ട്രോഫിലിക്. ദിസ് ഈസ് അനദർ എക്സാമ്പിൾ ഓഫ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഈ പറഞ്ഞിട്ടുള്ളതും എന്ത് തന്നെയാണ്? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ തന്നെയാണ്. This is also a type of an electrophilic substitution reaction. അടുത്ത കാര്യം നോക്ക്. An alkane on ozonolysis gives 2 molecules of ethanol. 2 molecules ethanol കിട്ടുന്നുണ്ട്. Identify the alkene. അപ്പൊ ഇവിടെ നോക്ക്, ഓസോണലൈസിസ് ചെയ്തപ്പോ എനിക്ക് 2 മോളിക്യൂൾസ് ഓഫ് എത്തനാൽ കിട്ടി. വാട്ട് ഈസ് എത്തനാൽ എന്ന് പറയുന്ന കോമ്പൗണ്ട്? എന്താ? CH3CHO പ്ലസ് നമുക്ക് ഇവിടെ ഞാൻ തിരിച്ചെഴുതുന്നുണ്ട് CHO CH3. ഇതാണ് 2 എത്തനാൽ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നത്.
അപ്പൊ ഈ 2 എത്തനാൽ കിട്ടിയിട്ട് ഇതിൽ ഇനീഷ്യലി ഏതിനെ എന്ത് ചെയ്യുമ്പോഴാണ് ഈ പറയപ്പെടുന്ന എത്തനാൽ കിട്ടുന്നത് എന്നുള്ള കാര്യം അറിയണമെങ്കിൽ നിങ്ങൾ ഈ 2 ഓക്സിജൻ ഇവിടെ നിന്ന് റിമൂവ് ചെയ്താൽ മതി. 2 ഓക്സിജനെ നിങ്ങൾ ഒഴിവാക്കുക, ബാക്കിയുള്ളത് ഒരുമിച്ചെടുത്ത് എഴുതുക. ദാറ്റ് ഈസ് CH3 CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3 ആയിട്ട് മാറും. അപ്പൊ ഇതിനെ ഓസോണലൈസിസ് ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുക. ഇനി ആൻസർ കൺഫേം ചെയ്യണമെങ്കിൽ നിങ്ങൾ ഓസോണലൈസിസിന്റെ ട്രിക്ക് ആദ്യം ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് അതിന്റെ യഥാർത്ഥമായിട്ടുള്ള കൺസെപ്റ്റും കൂടി ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോ. എന്റെ കയ്യില് CH3 CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3 എന്ന് പറയുന്നതിനെ ഓസോണലൈസിസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിക്ക് പരമായിട്ട് നമുക്ക് ഒറ്റയടിക്ക് പറയാം. ഇറ്റ് ഈസ് ആഡിങ് വിത്ത് ഓസോൺ ഇൻ ദ പ്രസൻസ് ഓഫ് സിങ്ക് ആൻഡ് വാട്ടർ. അപ്പൊ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഡബിൾ ബോണ്ട് പൊട്ടിക്കുക, ഇവിടെ ഒരു ഓക്സിജൻ ഇടുക, ഇവിടെ ഒരു ഓക്സിജൻ ഇടുക. അപ്പൊ ഇവിടെ കിട്ടുന്നത് CH3 CHO, ഇവിടെയും കിട്ടുന്നത് എന്ത് CH3 CHO. അപ്പൊ 2 എന്ത് കിട്ടി, CH3 CHO എന്ന് പറയുന്ന പ്രൊഡക്റ്റ് കിട്ടി. ട്രിക്ക് പ്രകാരം നമുക്ക് ഫൈനൽ ആൻസർ ഒറ്റയടിക്ക് ഇങ്ങനെ എഴുതി വെക്കാൻ പറ്റും. ചിലപ്പം നമുക്ക് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് തന്നിട്ട് അതിനെ ഓസോണലൈസിസ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പൊ ഇതിനെങ്ങനെയാണ് അതിന്റെ എക്സാക്ട് എക്സാം പാറ്റേൺ ഇങ്ങനെയുള്ള കൺസെപ്റ്റ് ശ്രദ്ധിച്ചോ. എന്റെ കയ്യിൽ CH3 CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3 എന്നുള്ളതിലോട്ട് ആദ്യം O3 ആഡ് ചെയ്യണം. O3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഉള്ള ഡബിൾ ബോണ്ടിന് എന്ത് ചെയ്യുക, അവിടെ നിന്ന് റിമൂവ് ചെയ്യുക. ഡബിൾ ബോണ്ടിന് അവിടെ കാണിക്കരുത്, ഇങ്ങനെ കോമ്പൗണ്ട് ആക്കി മാറ്റുക. എന്നിട്ട് അവിടെ ഒരു ഓസോണൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓക്സിജന്റെ ഒരു വീട് ഇവിടെ ഫോം ചെയ്യുക. ദിസ് ഈസ് നോൺ ആസ് ഓസോണൈഡ് എന്ന് പറയുന്ന പേര് വിളിക്കുക. ഇതിനെ വിളിക്കുന്ന പേരാണ് ഓസോണൈഡ് എന്ന് പറയുന്ന പേര് വിളിക്കുക. ഈ ഓസോണൈഡിലോട്ട് നിങ്ങൾ സിങ്ക് ആൻഡ് വാട്ടർ ആഡ് ചെയ്യുക. സിങ്ക് ആൻഡ് വാട്ടർ ആഡ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ബ്രേക്ക് ലൈക്ക് ദിസ് ആൻഡ് ഇറ്റ് വിൽ ബ്രേക്ക് ലൈക്ക് ദിസ്. അപ്പൊ ഇവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH3 CHO പ്ലസ് ഇവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താ വരിക, CH3 CHO. മേലത്തെ ഓക്സിജൻ ഒഴിച്ചിട്ട് ബാക്കി ഇത് 2 എണ്ണമായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും. അതിന്റെ ട്രിക്കി കൺസെപ്റ്റ് ആണ് ഞാൻ നേരത്തെ ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ട്രിക്കി കൺസെപ്റ്റ് എന്താ, നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ കോമ്പൗണ്ടിനെ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കിട്ടണം. നിങ്ങൾക്ക് ഇതേപോലെ കൺസെപ്റ്റ് വൈസ് എഴുതാൻ അറിയില്ല. നിങ്ങൾ ഈ ഡബിൾ ബോണ്ട് പൊട്ടിക്കുക, ഇവിടെ 2 സൈഡിലും 2 ഓക്സിജൻ ഇട്ട് കൊടുക്കുക. ദർ ഈസ് നത്തിങ്. അപ്പൊ ഇവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH3 CHO പ്ലസ് പിന്നെ ഇവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ് ഏതാ, CH3 CHO. രണ്ടും CH3 CHO എന്നാ കിട്ടുക. അതന്നെയല്ലേ ഓസോണലൈസിസ് ചെയ്തപ്പോഴും നമുക്ക് കിട്ടിയത്. അപ്പൊ ഇവിടെ ഐഡന്റിഫൈ ദി ആൽക്കീനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. റൈറ്റ് ദി കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദി റിയാക്ഷൻ. കെമിക്കൽ ഇക്വേഷൻ നമ്മൾ അതിന്റെ ജനറൽ ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് എങ്ങനെ വരിക, ഈ 2 ഓക്സിജൻ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. അത് ഫൈനലി ഇനീഷ്യലി ആൽക്കീൻ ആയിട്ട് മാറും. അതിന്റെ ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഡ്രോ ദി ജോമെട്രിക്കൽ ഐസോമറിസം ഓഫ് ദിസ് ആൽക്കീൻ. ഇത് നമ്മൾ ഓൾറെഡി വരച്ച മക്കളെ cis-butene. വീണ്ടും വരച്ച നമുക്ക് സമയം കളയാനില്ല. യുവർ ടൈം ഈസ് വാല്യുബിൾ. cis-butene അല്ല butene, അതിന്റെ സിസ് ഐസോമറും ട്രാൻസ് ഐസോമറും നമ്മൾ വരച്ചതാ. Is that right? What is the next question? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് തന്നിട്ടുള്ളത് നോക്ക്. എന്താ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുള്ളത്? നിങ്ങളുടെ കയ്യിൽ ഒരു ആൽക്കൈന് തന്നിട്ടുണ്ട്. ഈ ആൽക്കൈനെ നമ്മോട് എന്താ പറഞ്ഞത്, റെഡ് ഹോട്ട് അയൺ ട്യൂബിൽ ഇട്ട് കഴിഞ്ഞ് ഇത് നമ്മൾ പറഞ്ഞിട്ട് റെഡ് ഹോട്ട് അയൺ ട്യൂബിൽ സൈക്ലിക് പോളിമറൈസേഷൻ അതെന്തായിട്ട് മാറും, ഒരു ബെൻസീൻ ആയിട്ട് മാറും. ബെൻസീനിലോട്ട് ക്ലോറിൻ ആഡ് ചെയ്ത് കഴിഞ്ഞു ഇൻ ദ പ്രസൻസ് ഓഫ് UV. അപ്പൊ ഇവിടെ റിയാക്ഷൻ ഞാൻ ഇവിടെ എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് എഴുതാം. ഇപ്പൊ നിങ്ങൾ ബെൻസീനിലോട്ട് എന്തിനാ ആഡ് ചെയ്തു, ക്ലോറിൻ ആഡ് ചെയ്തു. ഇൻ ദ പ്രസൻസ് ഓഫ് UV ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദിസ് റിയാക്ഷൻ, ഈ ഡബിൾ ബോണ്ട് എല്ലാം ഇവിടെ എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യും. അങ്ങോട്ടൊക്കെ ഈ ക്ലോറിൻ വരും. അപ്പൊ എങ്ങനെ വരിക, നമ്മളെ കയ്യിൽ സൈക്ലോഹെക്സേൻ ഇവിടെ ഉണ്ട്. ഓൾറെഡി ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു ക്ലോറിൻ വരും. 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 എന്ന് പറഞ്ഞാൽ C6H6Cl6 എന്ന് പറയുന്ന കോമ്പൗണ്ട് ആയിട്ട് മാറും. C6H6Cl6 ദിസ് ഈസ് നോൺ ആസ് ബെൻസീൻ ഹെക്സാക്ലോറൈഡ്. ബെൻസീൻ ഹെക്സാക്ലോറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BHC എന്ന് നമ്മൾ മാർക്ക് ചെയ്യും. മറ്റൊരു പേരാണ് ഗമാക്സീൻ എന്ന് പറയുന്ന പേര് വിളിക്കും. ഗമാക്സീൻ അല്ലെങ്കിൽ ലിൻഡെയിൻ എന്ന് പറയുന്ന പേര് വിളിക്കും. അല്ലെങ്കിൽ 666 എന്ന് നമ്മൾ എന്ത് ചെയ്യും, മാർക്ക് ചെയ്യും. അതാണ് ഇവിടെ ഫോം ചെയ്യുക. ബെൻസീന് ക്ലോറിൻ ഇൻ ദ പ്രസൻസ് ഓഫ് UVയുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് അവിടെ എന്ത് ചെയ്യുക, ഫോം ചെയ്യുക. അതേസമയം നിങ്ങൾ ഒരു കാര്യം കൂടി ഈ റിയാക്ഷൻ അറിഞ്ഞിരിക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു റിയാക്ഷൻ കൂടി അറിഞ്ഞിരിക്കണം. ഇപ്പൊ നിങ്ങൾ ഫോർ എക്സാമ്പിൾ
നാലാമത്തെ റിയാക്ഷൻ ഞാൻ ഇവിടെ പറയാണ്. ബെൻസീനിലോട്ട് നിങ്ങൾ ആഡ് ചെയ്യുന്നത്, ഇഫ് യു ആർ ആഡിങ് ടു ദി ബെൻസീൻ, നിങ്ങൾ ക്ലോറിൻ ആഡ് ചെയ്തു ഇൻ ദ പ്രസൻസ് ഓഫ് ആൻഹൈഡ്രസ് AlCl3 എന്ന് പറയുന്ന കോമ്പൗണ്ടിലോട്ടാണ് നിങ്ങൾ ആഡ് ചെയ്യുന്നത്. ഇൻ ഡാർക്ക് കോൾഡ് കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്യാണ്, ബെൻസീനെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ആണ് കിട്ടുക. Is it right? Anhydrous AlCl3 C6Cl6 എന്ന് പറഞ്ഞ കോമ്പൗണ്ട് കിട്ടും. This is known as hexachlorobenzene. ഇത് രണ്ടും സെയിം അല്ല, രണ്ടും ഡിഫറെന്റ് ആണ്. ഒന്ന് ഹെക്സാക്ലോറോബെൻസീൻ ആണ്, അടുത്തത് ബെൻസീൻ ഹെക്സാക്ലോറൈഡ് ആണ്. ഞാൻ പറഞ്ഞു ബെൻസീനിലോട്ട് ക്ലോറിൻ ആഡ് ചെയ്തു ഇൻ ദ പ്രസൻസ് ഓഫ് ആൻഹൈഡ്രസ് AlCl3 ആണെങ്കിൽ ഹെക്സാക്ലോറോബെൻസീൻ ആണ്. ബെൻസീനിലോട്ട് ക്ലോറിൻ ആഡ് ചെയ്തു ഇൻ ദ പ്രസൻസ് ഓഫ് UV ആണെങ്കിൽ അത് ഡബിൾ ബോണ്ട് ഒക്കെ ബ്രേക്ക് ചെയ്ത് അവിടെയൊക്കെ ക്ലോറിനും ഹൈഡ്രജൻ ഓൾറെഡി ഉണ്ട്, അവിടെയൊക്കെ ക്ലോറിൻ വന്ന് അത് C6H6Cl6 എന്ന് പറഞ്ഞ മോളിക്യൂൾ ആവും. ദാറ്റ് ഈസ് നോൺ ആസ് ബെൻസീൻ ഹെക്സാക്ലോറൈഡ് അല്ലെങ്കിൽ ഗമാക്സിൻ ലിൻഡെയ്ൻ 666 എന്ന് പറയുന്ന പേരൊക്കെ വിളിക്കാം. അടുത്ത റിയാക്ഷൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, Na ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ, ഇവിടുന്ന് NaBr പുറത്തു പോകും, ഇയാളുടെ ഡബിൾ ദാറ്റ് ഈസ് CH3 എന്ന് പറയുന്ന കോമ്പൗണ്ടും പ്ലസ് 2NaBr എന്ന് പറയുന്ന പ്രൊഡക്റ്റ് അവിടെ എന്ത് ഫോം ചെയ്യും, ദാറ്റ് ഈസ് ഈതൈന് പ്ലസ് 2NaBr എന്ന് പറയുന്ന പ്രൊഡക്റ്റ് അവിടെ എന്ത് ചെയ്യും, ഫോം ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാം. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഗിവൻ. ഇത് നമ്മളെന്താണ്, നമ്മുടെ ഫ്രിഡൽക്രാഫ്റ്റ് റിയാക്ഷൻ ആണ്. ഫ്രിഡൽക്രാഫ്റ്റ് ആൽക്കൈലേഷൻ എന്ന് പറയും. ഇവിടെ ഇത് ബ്രേക്ക് ചെയ്യും, ഈ CH3 പ്ലസ് ബെൻസീൻ റിങ്ങിന്റെ മേലെ വരും. സോ ഇവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻസീൻ റിങ്ങിന്റെ മേലെ CH3 എന്ന് പറയുന്ന കോമ്പൗണ്ട് കിട്ടും. ദാറ്റ് ഈസ് യു ആർ ഗെറ്റിംഗ് ടൊളുവിൻ ആസ് ദി പ്രൊഡക്റ്റ്. ഇവിടെ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഏതാണ്, ടൊളുവിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ് നമുക്ക് ഇവിടുത്തെ എന്തായിട്ട് കിട്ടുക, പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുക. ടൊളുവിനാണ് നമുക്ക് ഇവിടുത്തെ പ്രൊഡക്റ്റ് ആയിട്ട് ഇവിടെ എന്ത് ചെയ്യുക, ഫോം ചെയ്യുക എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, മറക്കരുത്. സോ യു ആർ ദ പ്രൊഡക്റ്റ് യു ആർ ഗെറ്റിംഗ് ഈസ് ടൊളുവിൻ. ഇവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻസീൻ റിങ്ങിന്റെ മേലെ എന്ത് കിട്ടും, CH3 എന്ന് പറയുന്ന കോമ്പൗണ്ട് കിട്ടും. ആ ഒരു റിയാക്ഷൻ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ദാറ്റ് ഈസ് ദിസ് ടൊളുവിൻ ആണ് കിട്ടുന്നത്. രണ്ടാമത്തെ റിയാക്ഷൻ, ബെൻസീൻ റിങ്ങിലോട്ട് ഹൈഡ്രജൻ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡബിൾ ബോണ്ട് ഒക്കെ എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യും. ഡബിൾ ബോണ്ട് ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത് എന്താണ്, സൈക്ലോഹെക്സൈൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ് അവിടെ എന്ത് ചെയ്യുക, ഫോം ചെയ്യുക. ഇറ്റ് ഫോമിങ് സൈക്ലോഹെക്സൈൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് എന്ത് ചെയ്യും, ഫോം ചെയ്യും. ഇനി അടുത്ത റിയാക്ഷൻ ശ്രദ്ധിക്കുക. ഏതിലോട്ട് സിങ്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ബെൻസീൻ ഫോം ചെയ്യുക പ്ലസ് ZnO ഫോം ചെയ്യുക. ഫിനോളിലോട്ട് സിങ്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിങ്ക് ഇവിടെ ഉള്ള ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് ZnOയും ബാക്കിയുള്ളത് ബെൻസീൻ ആയിട്ട് എന്ത് ചെയ്യുന്നത്, കൺവേർട്ട് ചെയ്യുന്നത്. ഈ റിയാക്ഷൻ നമ്മൾ പഠിക്കുന്നത് കോൾബ്സ് ഇലക്ട്രോലൈസിസ് ആണ്. ദിസ് ഈസ് നോൺ ആസ് കോൾബ്സ് ഇലക്ട്രോളിസിസ് ആണ് നമുക്ക് ഇവിടെ വരുന്ന റിയാക്ഷൻ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഇയാളെ നേരെ ഡബിൾ എടുക്കുക, CH3 എന്നുള്ള ആളെ ഡബിൾ എടുക്കുക. അപ്പൊ CH3 എന്നുള്ള കോമ്പൗണ്ട് ആണ് നമുക്ക് അവിടെ എന്ത് ചെയ്യുക, ഫോം ചെയ്യുക. CH3 എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും അവിടെ എന്ത് ചെയ്യുക, ഫോം ചെയ്യുക. അത് കഴിഞ്ഞ് അടുത്ത റിയാക്ഷൻ പറഞ്ഞു നോക്ക്. ഈ റിയാക്ഷൻ നമ്മൾ പറഞ്ഞു ക്ലോറിൻ ഇൻ ദ പ്രസൻസ് ഓഫ് ആൻഹൈഡ്രസ് AlCl3. ഇവിടെ ഉള്ള H ഒക്കെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ആര് വരും, ക്ലോറിൻ വരും. ദാറ്റ് ഈസ് ഇറ്റ് ബിക്കം ഹെക്സാക്ലോറോബെൻസീൻ. ഇവിടെയൊക്കെ ക്ലോറിൻ വരും, H ഒക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അവിടെയൊക്കെ എന്ത് വരും, ക്ലോറിൻ വരും. സോ ദ പ്രൊഡക്റ്റ് ഈസ് C6Cl6 എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഫോം ചെയ്യും. ദാറ്റ് ഈസ് നോൺ ആസ് ഹെക്സാക്ലോറോബെൻസീൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആണ് അവിടെ എന്ത് ചെയ്യുക, ഫോം ചെയ്യുക എന്നുള്ള കാര്യം മറന്നു പോകരുത്, നിർബന്ധമായിട്ട് അത് നോക്കി വെക്കണം. സോ മക്കളെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഹൈഡ്രോ കാർബൺ ചാപ്റ്ററിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാ ടോപ്പിക്കിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ടച്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റിനും വീണ്ടും നിങ്ങൾ റിവൈസ് ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ വരിക, അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ ചോദിക്കുക. ആൻഡ് വി വിൽ എക്സ്പ്ലെയിൻ ദ ഡൗട്ട്സ് ദർ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും ഇത്രയും സാധനം പഠിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് A+ ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യാൻ പറ്റും, കിട്ടാൻ പറ്റും. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.